ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ. ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് അവധിയായിരുന്നു, ലാസ്റ്റ് ഫ്രൈഡേ. സോ അതിന് മുന്നത്തെ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇന്ന് നിഫ്റ്റി ക്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, പിന്നെ സൈഡ് വേസിലാണ് പോയിരിക്കുന്നത്. നിഫ്റ്റി 21,850 ആ ഒരു ലെവലിലെത്തി. സെൻസസ് 440 പോയിന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി 21,853, ബാങ്ക് നിഫ്റ്റി 45,970. ബട്ട് ഒരു ഡൗൺ ട്രെൻഡ് പോകാനുള്ള സാധ്യതയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണിക്കുന്നത്. വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. നിഫ്റ്റിയും ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. ഓക്കെ, ഒരു റിവേഴ്സൽ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ മൺഡേ ഒരു ഡൗൺ ട്രെൻഡ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് BPCL, ഏഷ്യൻ മോട്ടോഴ്സ് ബിഗ്ഗസ്റ്റ് ലൂസർ ആയി. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി എനർജിയും, വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് സെക്ടറും ആകുന്നു. സോ ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ പഞ്ചാബ് സിന്ധ് ബാങ്ക് എടുത്ത് പറയാനുള്ള സ്റ്റോക്കാണ്. സോ 20% കയറിയിട്ടുണ്ട്. 40 റുപ്പീസിൽ പറഞ്ഞ സ്റ്റോക്കാണ്. 60 പോകുമെന്ന്, ഇപ്പോൾ 65 എത്തിക്കഴിഞ്ഞു. അതുപോലെ NBCC 169 കഴിഞ്ഞ് 200 പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു. 265 ട്രേഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് 280 പോകുന്നതായിരിക്കും. അതുപോലെ SJVN നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. 150 ആയിരിക്കും നെക്സ്റ്റ്. അതുപോലെ NHPCയും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. 101. ദെൻ IOC ഓൾസോ 163 വന്നു കഴിഞ്ഞു. സോ ഇതെല്ലാം ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിലാണ്. ഇതല്ലാതെ സിയാറ്റ് ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്ക് നല്ല പെർഫോം ചെയ്തിരിക്കുന്നു. 2110 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2800 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. വേഗം പോകുന്നതായിരിക്കും. ദെൻ GMR ഇൻഫ്ര 85 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 100 വേഗം എത്തും. ദെൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 128 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 150 റീച്ച് ആകും. ദെൻ IOV ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 56 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 80 റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 19th ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ REC ഡിസ്കസ് ചെയ്തിരുന്നു. REC ലിമിറ്റഡ് 497 റുപ്പീസിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 600 പോകാനുള്ള സാധ്യതയുണ്ട്. സെറ സാനിറ്ററി വെയർ. സോ ഈ 600 എന്ന് പറയുന്നത് നമ്മൾ 2 weeks to 1 month ആണ് പറഞ്ഞത്. അപ്പോൾ 1 month ആകുന്നതിന് മുന്നേ ആ ഒരു ടാർഗറ്റ് എന്തായാലും വന്നിരിക്കും. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. സെറ സാനിറ്ററി വെയർ 8,239 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 10,000 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. അതുപോലെ ആസ്ട്രൽ ലിമിറ്റഡ് 1902 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. MOIL 355 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 368 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 370, 400 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ VBL വരുൺ ബിവറേജസ്. സോ ഈ ഒരു സ്റ്റോക്ക് 1286 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1500 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു 5 സ്റ്റോക്കാണ് 19-ാം തീയതി പറഞ്ഞത്. ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് റീച്ച് ആവുന്നതായിരിക്കും. 2 weeks to 1 month ടൈം ഫ്രെയിം. സോ ആ ഒരു ടൈം ഫ്രെയിം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ അതിന് മുന്നേ ഇപ്പോൾ ഇന്നലെ ഇൻ്ററിം ബഡ്ജറ്റ് അവതരിപ്പിച്ചതേ ഉള്ളൂ. സോ ഇൻ്ററിം ബഡ്ജറ്റ് വലിയ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും തരത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബഡ്ജറ്റിലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് മനസ്സിലാവുന്നത്. സോ എന്നാലും ആ ഒരു ഇൻ്ററിം ബഡ്ജറ്റ് ഏതൊക്കെ സെക്ടേഴ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, ഏതൊക്കെ സ്റ്റോക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് സ്റ്റോക്ക് IOB തന്നെയാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 56 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സൂൺ 60 ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നതായിരിക്കും. അല്ല, 80 റുപ്പീസാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് സ്റ്റോക്ക് ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ
292 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്കും 300 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നതാണ്. പിന്നെ സെഞ്ച്വറി ടെക്സ്റ്റൈൽസ്, ഓക്കെ, സെഞ്ച്വറി ടെക്സ്റ്റൈൽസ് 1547 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1670 പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു 10% ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ പരാഗ് മിൽക്ക് ഫുഡ്സ്, ഈ ഒരു സ്റ്റോക്ക് 211 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 244 250 ആ ഒരു റേഞ്ചാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 16% വരെ ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ ടൂറിസം മേഖലകളുള്ള സ്റ്റോക്ക് എല്ലാം തന്നെ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അയോധ്യ ടെമ്പിൾ ബേസ് ചെയ്തിട്ട് ആ വീഡിയോയിൽ ടൂറിസം മേഖല നല്ല ഉയരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക്. അപ്പോൾ അതിൽ ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ആൻഡ് 209 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 230 വരെ പോകാൻ സാധ്യതയുണ്ട്. 17% ഉയരാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, 181 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നേരത്തെ പറഞ്ഞ സെഞ്ച്വറി ടെക്സ്റ്റൈൽസ് 1547 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1670 ടാർഗറ്റും 1430 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതുപോലെ പരാഗ് മിൽക്ക് ഫുഡ്സ്, ഈ ഒരു സ്റ്റോക്ക് 211 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 244 ടാർഗറ്റ്, 195 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇതല്ലാതെ വേറെ ഒത്തിരി സ്റ്റോക്കുകൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സ്റ്റോക്കുകൾ മാത്രം പറയുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. അയോധ്യ ടെമ്പിളിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സെയിം ടാർഗറ്റ് തന്നെയാണ്. ഇന്ത്യൻ ഹോട്ടൽസ്, IRCTC, EIH ഹോട്ടൽ, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, അതുപോലെ പ്രൊവോക് ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഈ ട്രാവൽ ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്കിലും ഉയരാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിലാണെന്ന് നോക്കാം. ഇതിൽ കോഫോർജ്, ഈ ഒരു സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് ഫോക്കസ് ചെയ്യാം. 6425 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 10% ഉയരാൻ സാധ്യതയുണ്ട്. ദിലീപ് ബിൽഡ്കോൺ 414 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 500 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് പ്ലസ് ബ്രേക്ക്ഔട്ട് ഉള്ളതുകൊണ്ട് 21% ഈ ഒരു സ്റ്റോക്കിൽ ഉയരാൻ സാധ്യതയുണ്ട്. പിരാമൽ എൻ്റർപ്രൈസസ് 922 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1300 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 20 to 40% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ലാറ്റൻ വ്യൂ അനാലിറ്റിക്സ്, ഈ ഒരു സ്റ്റോക്ക് 485 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 600 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 23 to 24 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഭാരത് ഡൈനാമിക്സ്, ഈ 5 സ്റ്റോക്കിലാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യണം. ഭാരത് ഡൈനാമിക്സ് 1759 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1800 2400 വരെ പോകാൻ സാധ്യതയുണ്ട്. 34% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കാണ്. സോ തീർച്ചയായിട്ടും ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. സോ ഈ സ്റ്റോക്ക് നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാൻ നല്ല ഇട്ടിട്ടുണ്ട്. അതായത് ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കുകളിൽ ഈ ഒരു ഡിഫൻസ് എയറോസ്പേസിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോക്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, സീറോ ഡെപ്റ്റ്, ആ ഒരു വീഡിയോ കാണാത്തവർ പോയി തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കിലാണ് കണ്ടത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ ആഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻസിലൂടെ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, അതുപോലെ ടെക്നിക്കൽ, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, പിന്നെ ലേണിംഗ് വീഡിയോസും ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ മറക്കാതെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.